നെതർലാൻഡ്സിൽ അൽക്കമാറിൽ 1429 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. അൽക്കമാറിലെ വിശുദ്ധ ലോറൻസിൻ്റെ കത്തീഡ്രലിൽ ഒരു വിലയേറിയ തിരുശേഷിപ്പ് കൂടാരമുണ്ട്. ഒരു മാലാഖയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെറിയ പേടകമായി ഈ തിരുശേഷിപ്പ് കൂടാരം നിർമ്മിച്ചിരിക്കുന്നു. ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത് 1429 ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ തിരുരക്തം പുരണ്ട ഒരു വൈദികൻ്റെ കുർബാന കുപ്പായമാണ്. 1429 മെയ് 1 ഫാദർ ഫോൽക്കർട്ട് എന്ന വൈദികൻ അൽക്കമറിലെ വിശുദ്ധ ലോറൻസിൻ്റെ കത്തീഡ്രലിൽ തൻ്റെ ആദ്യ കുർബാന അർപ്പിക്കുകയായിരുന്നു. സഹകാർമ്മികനായിരുന്ന വൈദികൻ്റെ കൈ തട്ടി കാസയിലെ വീഞ്ഞ് അൾത്താരവിരിയിലും തൻ്റെ തിരുവസ്ത്രത്തിലും വീണു. ഉടൻ തന്നെ തൽസ്ഥാനത്ത് ജീവനുള്ള തിരുരക്തം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കുർബാന കഴിഞ്ഞയുടനെ പരിഭ്രാന്തിയോടെ വൈദികൻ തിരുരക്തം പുരണ്ട മേൽവസ്ത്രത്തിൻ്റെ ആ ഭാഗം മുറിച്ചെടുക്കുകയും കത്തിക്കുകയും ചെയ്തു. ബാക്കി ഭാഗമെടുത്ത് മറ്റൊരു കഷ്ണം തുണി പകരമായി വെച്ച് തുന്നിച്ചേർക്കാനും തുടങ്ങി. പക്ഷേ അച്ഛൻ തുന്നിച്ചേർത്ത കഷ്ണത്തിൽ ഉടൻ തന്നെ രക്തത്തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. 2 വൈദികരും ചേർന്ന് ഉടൻ തന്നെ മേൽവസ്ത്രം ബിഷപ്പിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. നിരവധി കാനോനിക പരിശോധനകൾക്ക് ശേഷം 1433 ഈ അത്ഭുതം ഔദ്യോഗികമായി ബിഷപ്പ് അംഗീകരിക്കുകയും ആരാധന അനുവദിക്കുകയും ചെയ്തു. തിരുരക്തം പുരണ്ട തിരുവസ്ത്രം ഇന്നും ഈ ദേവാലയത്തിൽ വിശ്വാസികൾക്ക് കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും നിലനിൽക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഞങ്ങളെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങയെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വേദനകളിലും ആശ്വാസമായി അങ്ങ് കൂടെ വരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.